ഹലോ. ഇന്നപ്പോൾ രാവിലെ തന്നെ മലാവിയിൽ നല്ല മഴയാണ് കേട്ടോ. ഒരു മഴക്കാലത്ത് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, കുറേ നേരം ഇത് നന്നായി പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് മഴയുണ്ടാവില്ല, പെട്ടെന്ന് വെയിൽ വരും കേട്ടോ. അങ്ങനെ മഴയൊക്കെ നിന്നൊരു തക്കത്തിന് ഞാൻ നേരെ നമ്മുടെ കൃഷിയിടത്ത് പോയിട്ട് കുറച്ച് വെണ്ടയ്ക്ക പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വെണ്ടയ്ക്ക പറിക്കാത്തതുകൊണ്ട് ഒട്ടുമിക്ക വെണ്ടയ്ക്കയും മൂത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂക്കാത്ത കുറച്ച് വെണ്ടയ്ക്ക പറിക്കാമെന്ന് വിചാരിച്ചു. ഒരു തരം വെണ്ടയ്ക്ക മാത്രമല്ല നമ്മളെ അടുത്തുള്ളത്. ആനക്കൊമ്പൻ വെണ്ട, അതിൻ്റെ റെഡ് കളറ്, അതുപോലെ തന്നെ വേറൊരു നാടൻ വെണ്ട, പിന്നെ ആഫ്രിക്കയിൽ ഉണ്ടാവുന്ന വെണ്ട, അങ്ങനെ ഒരുപാട് വെണ്ടയ്ക്ക ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ വെറൈറ്റിയും കൂടെ പറിച്ചിട്ട് ഒരുമിച്ചൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ആനക്കൊമ്പൻ വെണ്ടയൊക്കെ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ആനക്കൊമ്പൻ വെണ്ടയൊക്കെ ഒരു ഒന്നോ രണ്ടെണ്ണോ അല്ലെങ്കിൽ വേണ്ട ഒരു മൂന്നെണ്ണം ഉണ്ടായാൽ മതി. 2 പേർക്ക് കഴിക്കാനുള്ള മെഴുക്ക് വരട്ടി നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ പറിക്കുന്നത് കുറച്ച് സിറാമുളകാണ്. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്ക നമ്മൾ വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പച്ച നിറത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മുളക് പെട്ടെന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചുമന്ന മുളകാട്ടോ ഞാൻ പറിച്ചത്, പഴുത്ത മുളക്. ഇവിടെ കുറേ പഴുത്ത മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറച്ച് വെയിലിൻ്റെ തക്കം കണ്ടപ്പം പറിച്ച് ഉണക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള എല്ലാ വെണ്ടക്കായും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നീളത്തിലാണ് അരിഞ്ഞു കൊടുക്കുന്നത്. മുളകും വെണ്ടക്കായും കുറച്ച് ഉള്ളിയൊക്കെ ചേർത്തിട്ട് നമ്മളിന്ന് വെണ്ടക്ക മെഴുക്ക് വരട്ടിയാണ് ട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പശപ്പശപ്പ് വെണ്ടയ്ക്കയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച വെണ്ടക്കയും കൊണ്ട് ഉപ്പേരി